ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ വേവ് മേക്കർ എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് മാതാപിതാക്കളും മക്കളുടെ കഴിവുകളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ മനസ്സിൽ തങ്ങളുടെ മകനെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ മകളെക്കുറിച്ച് ഒരു ആഗ്രഹം കാണും. തൻ്റെ കുഞ്ഞ് പൈലറ്റ് ആകണം, ഡോക്ടർ ആകണം, ടീച്ചർ ആകണം, എഞ്ചിനീയർ ആകണം, അങ്ങനെ പല ആഗ്രഹങ്ങളും കാണും. എന്നാൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, അത് ഒരു വശത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. മറ്റൊന്നും കൊണ്ടല്ല, ആ ജനിക്കാൻ പോണ കുട്ടിക്ക് ഒരു പക്ഷേ ഇതിനൊന്നും താല്പര്യമില്ലെങ്കിലോ എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞ് വളരുന്നതനുസരിച്ച് കുഞ്ഞിനുള്ളിലെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ അവര് ഇഷ്ടപ്പെടുന്ന മേഖല അവരെ പ്രോത്സാഹിപ്പിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പിതാവ് തൻ്റെ മകനെ ഡോക്ടറാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുഞ്ഞിന് ഏറ്റവും താല്പര്യമുള്ളത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാനും ചെയ്യുവാനുമുള്ള ഒരു ആഗ്രഹമാണ്, അല്ലെ ഒരു കൗതുകമാണ് ആ കുട്ടിയിൽ കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം മറ്റൊന്നുമല്ല, മാതാപിതാക്കൾക്ക് ഒരു വശത്ത് തങ്ങളുടെ മകൻ ഡോക്ടർ ആകണം എന്നുള്ള ഒരു ആഗ്രഹവും, മറുവശത്ത് മകന്റെ ആഗ്രഹമായ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വശവും കിടപ്പുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഫോഴ്സ് ചെയ്ത് തൻ്റെ മകനെ അല്ല തൻ്റെ മകളെ ആ ഡോക്ടറേറ്റ് എന്നുള്ള ഒരു പദവിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ മകന് അല്ലെങ്കിൽ ആ മകൾക്ക് ഒരു പക്ഷേ പ്രശോഭിക്കാൻ പറ്റി എന്നിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു സൈഡ് തന്നെ അദ്ദേഹം ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പക്ഷെ ജീവിതത്തിൽ ഒരുപാട് ശോഭിക്കാൻ സാധിച്ചെന്ന് വരിക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം വേറൊന്നുമല്ല, മക്കൾക്കുള്ളിലെ കഴിവ് എന്തെന്ന് കണ്ടെത്തേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ മക്കളും കണ്ടെത്തണം, എനിക്ക് ഇന്ന കാര്യങ്ങളിൽ കഴിവുണ്ട്, ഇന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കും, ഇന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് മക്കൾ തന്നെ കണ്ടുപിടിക്കണം. അതനുസരിച്ച് അവരവരുടെ ജീവിതത്തിൽ മുന്നേറണം. ഞാനിപ്പോൾ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം തുടർന്ന് എൻ്റെ ആഗ്രഹം മറ്റുള്ളവരുടെ ഫോഴ്സിന് വഴങ്ങിയാണ് ഒരു പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷെ പിന്നീട് എനിക്കത് എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് മനസ്സിലാവുകയും ഞാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം മാതാപിതാക്കളോടും എൻ്റെ കുടുംബാംഗങ്ങളോടും ഞാൻ പറയുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നും പറഞ്ഞ് ഞാൻ എനിക്കിഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് ഞാൻ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ പലപ്പോഴും രാത്രിയിൽ 2:30 വന്ന് കിടക്കുന്നു, വെളുപ്പിന് ഒരു 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായി. പക്ഷേ ഞാനിങ്ങനെ നേരത്തെ താമസിച്ച് വന്ന് കിടക്കുന്നു, നേരത്തെ എഴുന്നേറ്റ് പോകുന്നു. ഇത് കാണുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾ എന്നോട് ചോദിക്കും, നിനക്ക് ചെയ്ത പ്രൊഫഷനെ കുറിച്ച് അതായത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷനെ കുറിച്ച് വിഷമമുണ്ടോ, ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നോട് ചോദിക്കും. പക്ഷെ അപ്പോഴും ഞാൻ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, അതിന് സന്തോഷം എനിക്കുണ്ട് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഈ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു മടുപ്പും കൂടാതെ ഒരു വിഷമവും കൂടാതെ ജീവിതത്തിൽ ആ പ്രൊഫഷനുമായി മുന്നേറാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് ഒരുപക്ഷെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നത്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും കുട്ടികളും, മാതാപിതാക്കളുടെ മാത്രം ചുമതലയല്ല മക്കളുടെ കഴിവെന്നത് മനസ്സിലാക്കേണ്ടത്, മക്കളും കൂടെ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കും, എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കില്ല, എനിക്ക് ഇന്നത് ചെയ്താൽ ഞാൻ ശോഭിക്കും എന്ന് മക്കളോട് കണ്ടെത്തണം. അതനുസരിച്ച് ജീവിതത്തിൽ മുന്നേറി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് വിജയിക്കാൻ സാധിക്കും.